ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ സർക്കാർ ജോലി സ്വപ്നമാണ് LD ക്ലർക്ക് പരീക്ഷ. ഓരോ 3 വർഷത്തിൻ്റെ ഇടവേളകളിലും നോട്ടിഫിക്കേഷൻ വരുന്ന, ജില്ലാ അടിസ്ഥാനത്തിൽ വേക്കൻസികൾ വരുന്ന, കൂടുതൽ വേക്കൻസിയുള്ള ഒരു പരീക്ഷ. ഈ ഒരു പരീക്ഷയുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ പറ്റി തൊഴിൽ വീതിയിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം മറ്റൊന്നുമല്ല, അടുത്ത LD ക്ലർക്ക് പരീക്ഷ ലക്ഷ്യം വെച്ച് നമ്മളിപ്പോഴേ തീവ്ര പരിശ്രമത്തിലാണ്. നന്നായി പഠിക്കണം, വളരെ നന്നായി പഠിക്കണം എന്നുള്ളതാണ് ഈ ലിസ്റ്റിൻ്റെ നിയമന ശുപാർശ കാണിക്കുന്നത്. LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി 6 മാസം. നിയമന ശുപാർശ 39%. അതായത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും കാര്യമില്ല. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പകുതി പേർക്ക് പോലും ഇതുവരെ ജോലി ലഭിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് 3 വർഷം കഴിഞ്ഞുള്ള പരീക്ഷയ്ക്കാണെങ്കിൽ ഇപ്പോഴേ പഠനം തുടങ്ങണം. നല്ല മത്സരമാണ്. ആ മത്സര ബുദ്ധിയോടുകൂടി തന്നെ പഠിക്കണം. പലരും പലതും പറയും. പക്ഷേ നമുക്കൊരു കോൺസ്റ്റൻ്റായിട്ടുള്ള സ്വപ്നം വേണം. ആ സ്വപ്നത്തിന് വേണ്ടി സഞ്ചരിക്കണം. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 6 മാസം. 39% ശുപാർശ. 2022 ഓഗസ്റ്റ് 1 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് ഈ വർഷം ജൂലൈ 31 വരെയാണ് കാലാവധി. അപ്പോഴേക്കും ഇപ്പോൾ നടന്ന പരീക്ഷയുടെ റിസൾട്ട് വന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. 14 ജില്ലകളിൽ നിന്നും കൂടി 23,518 പേര് റാങ്ക് ലിസ്റ്റിലുണ്ട്. അതിൽ 9,257 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. ആകെയുള്ള ശുപാർശയിൽ ഏകദേശം 2,000-ന് അടുപ്പിച്ച് ഒഴിവുകൾ NJD ആണ്. അപ്പോൾ യഥാർത്ഥ വേക്കൻസി വെച്ചുള്ള നിയമനം 7,341 മാത്രം. മുൻ റാങ്ക് ലിസ്റ്റിൽ 12,000 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ഇതുവരെ ഈ റാങ്ക് ലിസ്റ്റിൽ 9,200 പേർക്ക്. നിലവിലുള്ള ലിസ്റ്റിൽ 1,000-ലധികം പേർക്ക് ശുപാർശ ലഭിച്ചത് ആകെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. 1,000 കടക്കാനിടയാക്കിയത് തന്നെ NJD ഒഴിവുകൾ ചേർത്താണ്. കഴിഞ്ഞ തവണ 5 ജില്ലകളിൽ 1,000-ലധികം പേർക്ക് ശുപാർശ ലഭിച്ചിട്ടുണ്ട്. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ 500 പേർക്ക് പോലും ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നത് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണമാണ് നിയമനം കുറയാനുള്ള കാരണം. പലയിടത്തും നിലവിലുള്ള ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ. തിരുവനന്തപുരം 2,596. 1,000 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. കഴിഞ്ഞ ലിസ്റ്റിലാവട്ടെ 1,430. ഇതാണ് നിയമന നില. ബ്രാക്കറ്റിൽ NJD ഒഴിവുകളും കൂടി പറയുന്നുണ്ട്. ഇത് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കിയാൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യത്തെ 100, 200, മാക്സിമം 250 റാങ്കിനുള്ളിൽ വന്നാൽ നമുക്ക് ജോലി ഉറപ്പായും പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കഠിനമായ തീവ്രമായ പരിശ്രമം നടത്തുക. നമ്മൾ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിൽ വീതിയിൽ വരുന്ന സുജേഷ് പുറക്കാട് സാറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് ആണ്. അത് വളരെ നല്ലൊരു പങ്ക്തിയായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തൊഴിൽ വീതി ലഭിക്കുകയാണെങ്കിൽ വാങ്ങി വായിച്ച് നോക്കുക. ഈ തൊഴിൽ വീതി കൊണ്ട് മാത്രം LD ക്ലർക്ക് പരീക്ഷ കിട്ടും എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല പറയുന്നത്. LD ക്ലർക്കിന് വേണ്ടി എനിക്ക് സെപ്പറേറ്റ് ഒരു ബാച്ച് ഉണ്ട്. ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി 1 ക്ലാസ്സും തുടങ്ങി. അതിൽ ഇംഗ്ലീഷ്, മലയാളം, കണക്ക് ഇങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് SCERT പാഠഭാഗങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്ന സംഗതി നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളും ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തൊഴിൽ വീതി കിട്ടുമെങ്കിൽ ആ ഒരു പങ്ക്തി വാങ്ങിച്ച് വായിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.